നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് മഹാശിവരാത്രി വ്രതം. മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് വരുന്നത്. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ്. ശിവരാത്രി ദിവസം ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസ് ലഭിക്കുന്നതാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇത്തവണ 2025 ഫെബ്രുവരി 26-ാം തീയതി ബുധനാഴ്ചയാണ് മഹാശിവരാത്രി വരുന്നത്. ഐതിഹ്യമനുസരിച്ച് മഹാദേവന് വേണ്ടി പാർവതീദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്നാണ് സങ്കല്പം. മഹാശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല, പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം കൂടിയാണിത്. ആദ്യം തന്നെ ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി മഥനം നടത്തിയപ്പോൾ ഭൂമിയെ നശിപ്പിക്കുവാൻ ശക്തിയുള്ള കാളകൂട വിഷം പുറത്തു വന്നു. ഈ വിഷം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി നശിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഈ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം മഹാദേവൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കുവാൻ പാർവതീദേവി ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും വിഷം പുറത്തു പോകാതിരിക്കുവാൻ ഭഗവാൻ വിഷ്ണു പരമശിവന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കുവാൻ പാർവതീദേവി ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി. ശിവരാത്രിക്ക് വ്രതം അനുഷ്ഠിക്കുന്നവർ ശിവരാത്രിയുടെ തലേ ദിവസം മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത്. ശിവരാത്രിയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അരി ആഹാരം പാടുള്ളൂ. ഉച്ചയ്ക്ക് പച്ചരിച്ചോറ് വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. പിറ്റേന്ന് ശിവരാത്രി ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മഹാദേവനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം നമഃശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് നെറ്റിയിൽ ഭസ്മം ധരിക്കേണ്ടതാണ്. അതിനുശേഷം ശിവരാത്രി ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ എല്ലാവരും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ശിവരാത്രി ദിവസം പൂർണ്ണമായും ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസമായിട്ട് വ്രതം എടുക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഇളനീർ മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഏത് രീതിയിൽ വ്രതം എടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ ഉള്ളവരോ ഏതെങ്കിലും രോഗങ്ങൾക്ക് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർ ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാറുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ മിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ പകലും രാത്രിയും ഉറങ്ങുവാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിലിരുന്ന് ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് തെളിയിച്ച് ഓം നമഃശിവായ കഴിയുന്നത്ര തവണ ചൊല്ലിക്കൊണ്ട് പകലും രാത്രിയും ഉറങ്ങാതെ നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് നേദിച്ച പഴമോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ശിവരാത്രിയുടെ പിറ്റേ ദിവസം അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും ശിവരാത്രി ദിവസം കഴിയുന്നത്ര തവണ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇതുകൂടാതെ ശിവപഞ്ചാക്ഷര സ്തോത്രം, ബിൽവാഷ്ടകം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ചൊല്ലുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്ന ഏതൊരു വഴിപാടും അതീവ ഫലദായകമാണ്. അതിൽ കൂവളത്തില സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്ന് കൂവളത്തില പറിക്കരുത്. തലേന്നു പറിച്ചു വെച്ച് വെള്ളം തളിച്ചു വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും
കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ നടത്തുന്നതും അതീവ ശ്രേഷ്ഠമാണ്. കൂടാതെ പിൻവിളക്ക്, ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. ഇനി ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ അല്ലെങ്കിൽ ഐക്യമത്യ സൂക്തം അർച്ചനയോ നടത്താവുന്നതാണ്. ഇനി സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ നല്ലതാണ്. ഇനി ശിവരാത്രി ദിവസം വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രദക്ഷിണം നടത്തുന്നതും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നല്ലതാണ്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും അന്നേ ദിവസം മനസ്സിൽ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. മാത്രമല്ല ശിവരാത്രി ദിവസം മറ്റുള്ളവരുമായി കലഹിക്കുവാനോ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുവാനോ ഒന്നും തന്നെ പാടില്ല. വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ശിവരാത്രി ദിവസം നിങ്ങളെക്കൊണ്ട് കഴിയും വിധം പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ വെള്ളമോ വസ്ത്രമോ ഈ കൊടും ചൂടിൽ കുടയോ ചെരുപ്പോ അങ്ങനെ നിങ്ങളെക്കൊണ്ട് നൽകുവാൻ സാധിക്കുന്നവ ദാനമായി നൽകുന്നതും വളരെ ഉത്തമമാണ്. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ പരമശിവൻ. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചാൽ ഉറപ്പായും നിങ്ങൾക്കതിന്റെ ഫലം ലഭിക്കുന്നതാണ്. ഇനി വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ശിവരാത്രി ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ശിവരാത്രി ദിവസം അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ശിവരാത്രി ദിവസം മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശിവരാത്രി ദിവസം അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നെറ്റിയിൽ ഭസ്മധാരണം നടത്തിയതിനു ശേഷം മാത്രം ക്ഷേത്ര ദർശനം നടത്തുക. ഇനി ശിവരാത്രി ദിവസം മുടി മുറിക്കുക, നഖം വെട്ടുക, ഷേവ് ചെയ്യുക ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത്. ഇനി ശിവരാത്രി ദിവസം സ്വർണം പണയം വെക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുവാനോ പാടില്ല. ഇനി ശിവരാത്രി ദിവസം വലിച്ചുവാരി ഭക്ഷണങ്ങൾ കഴിക്കാതെ, അതായത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ വളരെ മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ഈ ദിവസം ബ്രഹ്മചര്യം പാലിക്കുന്നതും നല്ലതാണ്. ഇനി രാത്രിയിൽ ഉറക്കമിളക്കണം എന്നതുകൊണ്ട് തന്നെ ഉറക്കം വരാതിരിക്കുവാൻ ടിവിയിൽ സീരിയലോ അല്ലെങ്കിൽ സിനിമകളോ ഒന്നും തന്നെ കാണരുത്. എന്നാൽ പുരാണ കഥകളോ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചാനലിൽ ലൈവ് ഷോ ഒക്കെ ഉണ്ടാകും ശിവരാത്രിയെ സംബന്ധിച്ച്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും അതിനനുസരിച്ച് വേണം. വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാനെ വേണ്ട വിധം ആരാധിച്ചാൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം ഭഗവാൻ നൽകുന്നതാണ്. ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി എന്നതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രാശിക്കാരും ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്നും കൂടി നോക്കാം. ആദ്യം തന്നെ മേടം രാശിയാണ്. മേടം രാശിക്കാർ ഓം രുദ്രായ നമഃ എന്ന മന്ത്രമാണ് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാവാൻ ഇടയുള്ളതുമായ എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഇല്ലാതാവുന്നതാണ്. ഇതുവഴി ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നതുമാണ്. രണ്ടാമതായി ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് ചൊല്ലേണ്ടത്. ഇത് എല്ലാ തരത്തിലുള്ള ഭയത്തെയും മിഥ്യാധാരണകളെയും ഇല്ലാതാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാർ ഈ മന്ത്രമാണ് ചൊല്ലേണ്ടത്. അടുത്തതായി മിഥുനം രാശിയാണ്. ഓം മഹേശ്വരായ നമഃ എന്ന മന്ത്രം ശിവരാത്രി ദിനത്തിൽ മിഥുനം രാശിക്കാർ ജപിക്കുന്നത് നല്ലതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ മുന്നോട്ടുള്ള പാത എളുപ്പമാകുകയും ഭഗവാൻ കൂടുതൽ അനുഗ്രഹാശിസ്സുകൾ നിങ്ങളിൽ ചൊരിയുന്നതുമാണ്. അടുത്തതായി കർക്കിടക രാശിയാണ്. ഓം നാഗേശ്വരായ നമഃ എന്ന മന്ത്രമാണ് കർക്കിടകം രാശിക്കാർ ജപിക്കേണ്ടത്. ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ശനി രാഹു ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തനാക്കുവാൻ ഈ മന്ത്രത്തിന് സാധിക്കുന്നതുമാണ്. അടുത്തതായി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർ ഓം നമഃശിവായ കാലം മഹാകാൽ കാലം
കൃപാലം ഓം നമഃ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ്. ശിവനെ ആരാധിക്കുന്നത് വഴി ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളിൽ നിന്നും പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അടുത്തതായി കന്നി രാശിയാണ്. ഓം ശ്രീകണ്ഠായ നമഃ എന്ന മന്ത്രമാണ് കന്നി രാശിക്കാർ ചൊല്ലേണ്ടത്. ശിവരാത്രി ദിവസം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ ഇരുട്ടിനെ അകറ്റി മികച്ച മാറ്റങ്ങൾ നൽകുന്നതിനും ഈ മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി തുലാം രാശിയാണ്. ഓം നമോ ശിവായ ഗുരുദേവായ നമഃ എന്ന മന്ത്രമാണ് തുലാം രാശിക്കാർ ശിവരാത്രി ദിവസം ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ വഴികളും അവസരങ്ങളും തെളിയുന്നതാണ്. അടുത്തതായി വൃശ്ചികം രാശിയാണ്. ഓം ചന്ദ്രമൗലേശ്വരായ നമഃ എന്ന മന്ത്രമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഫലം നൽകുന്നത്. ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും നിറയുന്നതിനും സഹായിക്കുന്നതാണ്. അടുത്തതായി ധനുരാശിയാണ്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രമാണ് ധനുരാശിക്കാർ ഗുണാനുഭവങ്ങൾക്കായി ചൊല്ലേണ്ടത്. ശിവരാത്രി ദിവസം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയുന്നതാണ്. അടുത്തതായി മകരം രാശിയാണ്. ഓം ശംഭുവേ നമഃ എന്ന മന്ത്രമാണ് ശിവരാത്രി ദിവസം മകരം രാശിക്കാർ ചൊല്ലേണ്ടത്. ഇനി ഈ ദിവസത്തിൽ വിജയത്തിനു വേണ്ടി ഈ മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ്. മാത്രമല്ല, ശിവരാത്രി ദിവസം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ അനുഗ്രഹങ്ങൾ ഭഗവാൻ നിങ്ങൾക്കുമേൽ ഇരു കൈയും നീട്ടി ചൊരിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തതായി കുംഭം രാശിയാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മോക്ഷീയ മാമൃതാത്. ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾ ശിവരാത്രി ദിവസം ചൊല്ലുന്നതിലൂടെ പലപ്പോഴും ആരോഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. മാത്രമല്ല, ചൊവ്വയുടെ വർഷമായതിനാൽ തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ ശിവഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് കുംഭം രാശിക്കാർ ശിവരാത്രി ദിവസം മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുക. ഇനി അവസാനമായി മീനം രാശിക്കാരാണ്. ഓം പശുപതേ നമഃ എന്ന മന്ത്രമാണ് മീനം രാശിക്കാർ ശിവരാത്രി ദിവസം ചൊല്ലേണ്ടത്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ മന്ത്രം നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നതാണ്. ശിവരാത്രി ദിവസം ഓരോ രാശിക്കാരും ചൊല്ലേണ്ട ഈ മന്ത്രം ഭക്തിയോടുകൂടി ചൊല്ലിയാൽ അടുത്ത ശിവരാത്രി വരേക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നൽകുന്നതാണ്. അത് ധനപരമായിട്ടാണെങ്കിലും ജോലിപരമായാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.